ഇന്ന് നമ്മൾ നോക്കുന്നത് 15 ദിവസം കൊണ്ട് 11 ദിവസം 15 11 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ മാങ്ങായുടെ ആ ഒരു കമ്പ് കൊണ്ട് നമുക്ക് അതിന്റെ ഒരു പ്രോസസ്സിങ് ചെയ്ത് ഒരു മാങ്ങ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഇത് കണക്ക് വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഇതിന്റെ മാങ്ങ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ മാങ്ങ ഉണ്ടാകും. ആ സീസൺ അടുത്ത് വരുന്ന ഏത് സീസണാ ആ സീസണിൽ ഇതിന്റെ മാങ്ങ ഉണ്ടാകും. അപ്പൊ അത് കണക്ക് നമുക്ക് എങ്ങനെ വളരെ ടെക്നിക്കലായിട്ട് വളരെ ഒരു ടോപ്പ് ടെക്നിക്കലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ഈ തൈകൾ നമുക്ക് ഉണ്ടാക്കുവാൻ പറ്റും. അപ്പം മാങ്ങയുടെ അണ്ടി നമ്മളെങ്കിലും കുടിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മളൊരു പ്രത്യേക രീതിയിൽ ഇത് നിൽക്കുക. അപ്പൊ ഈ കമ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്പം മൂത്ത കമ്പ് നോക്കി നിങ്ങൾ വെട്ടി എടുക്കുവാൻ ശ്രമിക്കുക. ഇത് ഞാൻ കണ്ടിക്കുന്നത് അതായത് നമ്മൾ ഇതിനെ ഒരു രണ്ട് ഭാഗമായിട്ട് നമ്മൾ കുപ്പിയിലാണ് ഇത് വെക്കുന്നത്. കുപ്പിയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു അളവിൽ കൂടുതൽ വലിയ കമ്പ് നിങ്ങൾ വെട്ടിയെടുത്താൽ തന്നെ അത് 2 or 3 ആയിട്ട് അല്പം ഈ ഒരു നീളവേ വരാവുള്ളൂ. അവിടുന്ന് ഒരു നമ്മുടെ കത്തി എടുത്തിട്ട്, ഇതിന് നിങ്ങൾക്ക് വേറെ മറ്റുള്ള ഒരു ചെലവുമില്ല, കത്തി എടുത്തിട്ട് ആ ഒരു കമ്പിന്റെ അറ്റം, മാങ്ങായുടെ നമ്മൾ കമ്പുണ്ടാക്കി ആ കമ്പിന്റെ അറ്റം ഇത് കണക്ക് ചെത്തി നിർത്തുക. ഇത് കണക്ക് ഞാൻ അവിടെ 2 എണ്ണം ചെത്തി, ഇവിടെ ഇപ്പം 4ാമത്തതാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. എന്നിട്ട് 1, 2, 3, 4 എണ്ണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ഇങ്ങനെയും കൂടെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ കമ്പ് വെച്ച് മറ്റേ കമ്പ്, ഇത് ഒരു കമ്പേന്നാണ് ഞാൻ ഇത് രണ്ടും വെട്ടിയെടുത്തത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് 2 എണ്ണത്തിന് വേണ്ടി 2 കമ്പല്ല ഞാൻ വെട്ടിയെടുത്തത്. അപ്പം കത്തി കൊണ്ട് നിങ്ങൾ ഇത് കണക്ക് മറ്റേ കമ്പ് ചെയ്തത് കണക്ക് തന്നെ ഇതേലും ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്, അപ്പൊ ഇടയ്ക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയുവാനുള്ളത്, നിങ്ങൾ ഈ കത്തി കൊണ്ട് നമ്മൾ ഈ വെട്ടുന്ന സ്ഥലത്തല്ലാതെ ഇതിന്റെ മേളിൽ കത്തി കൊള്ളാനോ അല്ലെങ്കിൽ അതിന്റെ തൊലി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇത് 2 കായാണ്, പച്ചക്കായാണ് നമുക്ക് വേണ്ടുന്നത്. ആ നമ്മൾ കണ്ടിക്കുകയാണ്. ഈ കത്തി കൊണ്ട് തന്നെ നമ്മൾ അതിനെ കണ്ടിച്ചു. ഈ എടുത്ത് നമ്മൾ 2 കഷ്ണങ്ങളായിട്ട് കണ്ടിച്ച് 2 അറ്റവും നമ്മൾ കണ്ടിച്ച് കളഞ്ഞ് 2 വേണം. ഈ 2 കമ്പ് നിങ്ങൾ എത്ര കമ്പ് എടുക്കുന്നോ അത്രയും കമ്പിന് അത്രയും വേണം. അപ്പൊ എന്നിട്ട് പിന്നെ വേറൊരു റോഡ് കൊണ്ട് നമ്മൾ ഇതിനകത്ത്, അതായത് കമ്പ് ഇതിനകത്ത് കയറ്റണം. അതിന് വേണ്ടിയിട്ട് അല്പം ഇതിന്റെ അകത്തോട്ട് ആ റാഡിട്ട് നല്ല കണക്ക് ഇത് ചെയ്യുക. അതിന്റെ ഒരു തുള വരും, ആ തുളയിലേക്കാണ് നമുക്ക് ഈ കമ്പ് വെക്കേണ്ടത്. അപ്പൊ അത് കണക്ക് നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കായുടെയും നമ്മൾ ഇത് കണക്ക് തുളയിടണം. തുളയിട്ടാലേ അതിനകത്തോട്ട് ഈ കമ്പ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നത്. അപ്പൊ കമ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ ചെത്തിയ അത്രയും സ്ഥലം, നമ്മൾ കമ്പിന്റെ അറ്റം ചെത്തിയ അത്രയും സ്ഥലം ഈ പച്ചക്കായുടെ അകത്ത് കയറിയിരിക്കണം. നിങ്ങൾ പഴുത്ത കായ എടുക്കല്ലേ, പച്ചക്കായ എടുക്കാവുള്ളൂ. അപ്പൊ ഇത്രയും ഇതിനകത്ത് കയറി നമ്മൾ അതിന്റെ ഒരു ഇത് വെച്ചിട്ട് വേണം നമ്മൾ ആദ്യം ഇത് കണ്ടിക്കുവാനായിട്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് കണക്ക് വേണം ഇതിന്റെ 2ലും. അപ്പൊ ഈ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഈ കായിലേക്ക് ഇങ്ങനെ ഈ കമ്പ് വെക്കുമ്പോഴത്തേക്ക് ആ കമ്പിന് കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രമിക്കുക. അത് കണക്ക് തന്നെ വലിയ നീളമില്ലാത്ത കമ്പ് എടുക്കാതിരിക്കുക. ഇത് കണക്കുള്ള കമ്പ് എടുത്താൽ മതി. ഇനി നമുക്ക് കൊക്കക്കോളയിലാണ് പരിപാടി. കൊക്കക്കോള എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്രയും വേണ്ട, ചെറിയൊരു ബോട്ടിൽ മതി, 20 രൂപയുടെ ബോട്ടിൽ മതി. ഇതിപ്പോ അവിടെ കടയിൽ ചെറിയ ബോട്ടിൽ കിട്ടാഞ്ഞത് കൊണ്ടാണ് ഞാൻ വലിയ ബോട്ടിൽ എടുത്തത്. അത് കണക്ക് തന്നെ നമുക്കൊരു കുപ്പി വേണം. ഇത് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന ബിസ്ലറിയുടെ അത് കണക്കുള്ള ഇതിന്റെ കുപ്പി മതി. ആ ഒരു കളയുന്ന കുപ്പി, നമ്മൾ വെള്ളം കുടിച്ചിട്ട് കളയുന്ന കുപ്പി. അപ്പൊ ഇത് കണക്ക് ഞാൻ മുറിച്ച് അതിന്റെ ഏറ്റവും മുകളിൽ വെച്ച് മുറിക്കുമ്പോഴത്തേക്ക് മൊത്തം അത് വിട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. നമുക്ക് ഈ കമ്പും ഇതിനകത്ത് വെച്ചിട്ട് ഇനി ആ കുപ്പി നമ്മൾക്ക് അടയ്ക്കണം. അപ്പൊ ഈ 2 കമ്പ് ഞാൻ ഇതിനകത്ത് വെച്ച് ഇനി ഞാൻ ഈ കൊക്കക്കോള അതിനകത്ത് ഒഴിക്കാം. നിങ്ങൾ ഇത് മൊത്തം ഒഴിക്കല്ലേ, നമ്മുടെ ആ ഒരു താഴെ കാണുന്ന ആ പച്ചക്കായുടെ ഒരു അടി വരെ വരാവുള്ളൂ. അതിന്റെ മൊത്തം അത് മുങ്ങിപ്പോകല്ലേ, അതിന്റെ ഒരു സ്വല്പം ഇതിനകത്ത് കിടക്കണം. ഇതിപ്പോ പത വരുന്നത് കൊണ്ടാണ് നിനക്ക് തോന്നുന്നത് മൊത്തം മൂടിയില്ല. പത മാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും പച്ചക്കായുടെ ഒരു സ്വല്പം മേലോട്ട് നിൽക്കണം. കണ്ടോ, ഇത്രയും മേലോട്ട് നിൽക്കണം. അതായത് കൊക്കക്കോള താഴെ കിടക്കണം, ലിക്വിഡ് താഴെ കിടക്കണം, അതിന്റെ മേളിൽ നിൽക്കണം ഇത്. ഇനി നമ്മൾ ആ കുപ്പി അടച്ചിട്ട് നിങ്ങൾ ഒരു ടേപ്പ് എടുക്കുക. പ്ലാസ്റ്റിക്കിന്റെ സെലോ ടേപ്പ് ആണെങ്കിലും മതി. അതുകൊണ്ട് അത് നല്ല കണക്ക് അതിന്റെ ആ ഒരു നമ്മൾ മുറിച്ച ആ സ്ഥലം നല്ല കണക്ക് ഈ ടേപ്പ് ഒട്ടിച്ചു വെക്കുക. നല്ല കണക്ക് ടേപ്പ് നല്ല മുറുക്കി ഒട്ടിക്കുവാൻ ശ്രമിക്കുക. ടേപ്പ് ഒട്ടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് എവിടെങ്കിലും വെച്ചാൽ മതി. സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് വെക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. വളരെ നല്ലൊരു ടെക്നിക്കലാണ്. അപ്പൊ 11 ദിവസം കഴിഞ്ഞ്
11 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് ആ കുപ്പിയിൽ നോക്കി, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, നാമ്പ് വരുന്നെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ 11 ദിവസം ആകുമ്പോഴത്തേക്ക് 11 15 ഇടയ്ക്ക് 11 15 ഇടയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് ഇതെടുത്ത് മാറ്റി വേറെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പൊ നിങ്ങൾ നോക്കിയേ, എന്ത് നല്ല മൃദുലമായ ഇലകളാ വന്നിരിക്കുന്നത്. അത് കണക്ക് തന്നെ ആ കായുടെ പച്ചക്ക ഒരു മഞ്ഞ നിറത്തിലായിട്ടുണ്ട്. അതിന്റെ പുറത്തൂടെ തന്നെ ഇത് വേര് ഇറങ്ങി വന്നിട്ടുണ്ട്. നോക്കി നിങ്ങൾക്ക് എന്ത് നല്ല കരുത്തോടു കൂടിയ ആ മാങ്ങായുടെ ഒരു തൈയാണ്, 2 തൈ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിനകത്തിൽ നിന്ന് ഈ മാന്തൈകളെ എടുക്കാം. 2 എടുത്ത് നമുക്ക് നോക്കാം. അതിന്റെ ആ മൂടി അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ 2 എടുക്കുകയാണ്. എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഇലയ്ക്കോ ആ തൈയുടെ ഇലയ്ക്കോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും കുഴപ്പമൊന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലേ അത് ശരിയാകത്തുള്ളൂ. അപ്പൊ എടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കി, ഇതിന്റെ വേരൊക്കെ താഴെ വന്നിരിക്കുന്ന വേരൊക്കെ കണ്ടോ? അതായത് നല്ല കരുത്തോടു കൂടിയ വേരും അതുക്കിടക്ക് തന്നെ പച്ച ഇലകളുമാ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മാങ്ങാണ്ടി ഇട്ടാലോ വേറെ ഏതെങ്കിലും പ്രോസസ്സിങ് ചെയ്താലോ നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇത്രയും നല്ല ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കരുത്തോടു കൂടിയ ഈ ഒരു മാന്തൈ കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ എന്ത് നല്ല മാന്തൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എടുത്തിട്ട് നമുക്ക് ചെടിച്ചട്ടിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെക്കാൻ പറ്റും. അല്ല, ചെടിച്ചട്ടിയിൽ നിങ്ങൾ വെക്കുന്നില്ലെങ്കിൽ ചെറിയ കപ്പ് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് കുറച്ച് ദിവസത്തേക്ക് അതിനകത്ത് നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. അതിനകത്ത് വെക്കുമ്പോൾ നിങ്ങൾ സൂര്യപ്രകാശത്തിൽ തന്നെ വെക്കണം. ഇതുവരെ നമ്മൾ 11 തൊട്ട് 15 ദിവസം വരെ നമ്മൾ വെച്ച സൂര്യപ്രകാശം നമ്മൾ ഏക്കാൻ കൊടുത്തില്ല. 2 നല്ല കണക്ക് നല്ല കരുത്തേറിയ ഇലകളും അത് കണക്ക് തന്നെ ആ കമ്പിന്റെ ഒക്കെ നിറം കണ്ടോ? നേരത്തെ ആ ഒരു കമ്പിന്റെ ആ നിറം മാറി ഇപ്പൊ ഒരു പുതിയൊരു നിറത്തിലേക്ക് വന്നു. നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, നിങ്ങൾ കറുത്ത മണ്ണുണ്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വളരെ നല്ലതാണ്. കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും മണ്ണ് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് തൊണ്ടിന്റെ ചകിരിയോ നമ്മുടെ നെല്ലിന്റെ ഒരു പുറത്തിരിക്കുന്ന എന്നാ പറയുന്ന തവിടല്ല, അത് ഉമിയോ അല്ലെങ്കിൽ അതിന്റെ ആ ഗ്രെയിൻസ് നമ്മൾ മാറ്റിയെടുക്കുക. എടുത്തിട്ട് ഈ 2 മണ്ണും ഇത് 2 കൂടെ മിക്സ് ചെയ്യുക. നല്ല കണക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കണക്ക് ചെറിയ ഒരു നമുക്ക് കിട്ടും. നിങ്ങൾ കടകളിൽ നിന്ന് ഇത്ര ഈ കറുത്ത ഈ നമുക്ക് ചെടി വെക്കുവാനുള്ള അത് നമുക്ക് കടയിൽ നിന്ന് കിട്ടും. അതിനകത്തേക്ക് നമ്മൾ ചെടി വെക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വെക്കുക. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് പിടിക്കുമ്പോഴത്തേക്ക് മറ്റതിൽ നിന്ന് ആ കായിൽ നിന്ന് അത് ഊരിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇത് മണ്ണും ആ ഗ്രെയിൻസും കൂടി ഇട്ട് അല്ലെങ്കിൽ ആ ഉമിയും കൂടി ഇട്ട് നമ്മളത് നിറച്ച്, അല്ലെങ്കിൽ ആ തൊണ്ട് നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് തൊണ്ട കിട്ടുന്നതെങ്കിൽ അതിന്റെ ഇടിച്ച് അത് ഒരു പരുവത്തിലാക്കി ഇത് കണക്ക് മണ്ണിന്റെ കൂട്ടത്തിൽ ഇടുക. ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് വേറെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിന്റെ വേര് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതിന്റെ വേര് വളരെ സമ്മർദ്ദമില്ലാതെ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. അതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ച് നല്ല കണക്ക് വെള്ളമാണ് ഇതിന്റെ മെയിൻ. അത് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇങ്ങനെ വെക്കുന്നത് വെള്ളം നിങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ കാര്യത്തിന് പോയാൽ ഈ ചെടി ശരിയായിട്ട് വരത്തില്ല. നിങ്ങൾ നല്ല കണക്ക് വെള്ളം ഒഴിക്കുക. ഇത് കഴിഞ്ഞിട്ട് 11 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് എടുത്ത് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മണ്ണൊക്കെ മാറ്റി വെച്ച് ഇത് വീണ്ടും ഞാനൊരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടെ കരുത്താർജിച്ച് കുറച്ചുകൂടി ഏറെ ഇലകളൊക്കെ വന്ന് നിങ്ങൾ എന്നും വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. വെള്ളം ഒഴിക്കാതിരിക്കല്ലേ. നോക്കുന്നത് ഇതിന്റെ വേര് നല്ല കണക്ക് വന്നിട്ടുണ്ടോ എന്നാണ്. സുഖമായിട്ട് നല്ലപോലെ വേര് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇനി അധികം കാര്യങ്ങളില്ല. ഇതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ വെക്കുന്ന, നിങ്ങളുടെ പ്ലാന്റിൽ വെക്കുന്നെങ്കിൽ നിങ്ങളുടെ ഗാർഡനിൽ വെക്കുന്നെങ്കിൽ ഗാർഡനിൽ വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൗണ്ടിൽ നിങ്ങൾ എവിടെങ്കിലും വെക്കുന്നെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് എവിടെങ്കിലും വെക്കുന്നെങ്കിൽ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നിങ്ങൾ തന്നെ നോക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ എത്ര പെട്ടെന്ന് ഇതിനകത്ത് പൂക്കുന്നത്. മാവ് പെട്ടെന്ന് പൂക്കും. നമ്മൾ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം നിങ്ങളോട് എത്ര ദിവസത്തിനുള്ളിൽ എത്ര മാസത്തിനുള്ളിൽ ഇത് പൂക്കുമെന്ന്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തത് ബ്ലാക്ക് സോയിലാണ്. പക്ഷെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് റെഡ് സോയിലാണ്. നിങ്ങൾക്ക് റെഡ് സോയിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് മണ്ണും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെളി ഇപ്പുറത്തോടു കൂടിയ ചെളിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാ. എന്നിട്ട് 4 പഴം എടുത്ത് ഞാൻ 4 പഴം ഇത് കണക്ക് ചെറിയതായിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട്
എന്നിട്ട് ഇത് ഇതിനകത്ത് ഇടും. നിങ്ങൾ നോക്കിക്കൊണ്ട് എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന്. അപ്പം ഇത് ഇടുമ്പോഴത്തേക്ക് മണ്ണ് രണ്ടിലും ശരിയായിട്ട് ഇടാൻ ശ്രമിക്കുക. ഇതിനകത്ത് നമ്മൾ പിന്നെ അതിന് വന്നിരിക്കുന്ന വേരുകൾ നല്ല കരുത്താർജിച്ച വേരുകളാണ്. അത് കണക്ക് തന്നെ അതിന്റെ കരുത്താർജിച്ച ഇലകളും മറ്റതുമാണ്. അപ്പൊ നമ്മൾ അധികം ഇതിനു വേണ്ടി പ്രയാസപ്പെടേണ്ട. നിങ്ങൾ മണ്ണിടുക. ഇത് റെഡ് സോയിൽ കിട്ടിയെങ്കിൽ റെഡ് സോയിൽ ഇടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് മണ്ണാ, കറുത്ത മണ്ണായിക്കോട്ടെ ഏതും ആയിക്കോട്ടെ, പക്ഷെ അതിനകത്ത് ഈർപ്പമുള്ള മണ്ണായിരിക്കണം. അങ്ങനെ മണ്ണ് നിങ്ങൾ എടുക്കുക. അതിന്റെ പുറത്ത്, അതായത് മൊത്തം മണ്ണിട്ട് മൂടാതിരിക്കുക. ആദ്യം കുറച്ച് പകുതി ഇട്ടിട്ട് അതിന്റെ പുറത്ത് ഇനി നമുക്ക് ഈ ചെടി വെച്ചിട്ട്, അതായത് ചെടി എന്ന് പറഞ്ഞാൽ ഈ മാന്തൈകൾ വെച്ചിട്ട് പിന്നെ അതിന്റെ മൊത്തം വീണ്ടും നമുക്ക് മണ്ണിട്ട് മൂടേണ്ടത്. നമ്മൾ മാന്തൈ അതിനകത്ത് വെച്ച് വീണ്ടും അതിന്റെ പുറത്ത് ബാക്കിയുള്ള മണ്ണുകൂടി ഇട്ട് ആ ഒരു ചെടിച്ചട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത്രയും ചെയ്ത് ചെടിച്ചട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അത് കണക്ക് തന്നെ മറ്റതും എടുത്ത് ഇത് കണക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് വളരെ ഫലം കിട്ടുന്ന ഒരു പ്രക്രിയയാണ്. ഞാനത് ചെയ്തത് കൊണ്ടാണ്, എനിക്ക് ഇതിൽ നിന്ന് പ്രയോജനം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകട്ടെ എന്ന് കരുതി. ഇത് എങ്ങനെ നമ്മൾ ആ മാന്തൈ അതിനകത്ത് വെച്ച് മണ്ണിട്ട് അത് കണക്ക് തന്നെ ഇതിലും നമ്മൾ മണ്ണിട്ട് നല്ല പരുവത്തിലാക്കും. എന്നിട്ട് ഇത് രണ്ടും ശരിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണെല്ലാം ഇട്ട് മൂടി അതിന്റെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും വെള്ളം ഒഴിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ അല്ലെങ്കിൽ ഇതായിക്കോട്ടെ വേറെ ഏതും ആയിക്കോട്ടെ, നമ്മൾ ചട്ടിയിൽ ഒന്നെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ചട്ടി അല്ലെങ്കിൽ മണ്ണിന്റെ ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ ഇത് വെക്കുമ്പോൾ കുറച്ച് വെള്ളം കൊള്ളുവാനായിട്ട്, വെള്ളം നിൽക്കുവാനായിട്ട് നമുക്ക് ഇച്ചിരി ഒരു സ്ഥലം മുന്നോട്ടിട്ടേക്കണം. അവിടെ നമ്മൾ ഇത് വെച്ചിട്ട് വെള്ളം ഒഴിക്കണം. നോക്കിക്കേ, 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ വലിയ ചട്ടിയിലാക്കി മണ്ണിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇപ്പൊ 4 മാസമായി. എന്നും വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 4 മാസം ആയപ്പോഴത്തേക്ക് നല്ല കണക്ക് പൂ വന്നിട്ടുണ്ട്. ഇനി പൂ കായ്ക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വളരെ നല്ല ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. നിങ്ങൾ എന്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അത് കണക്ക് തന്നെ ലൈക്കും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.